ഇന്ന് നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും പഠിക്കാൻ പോവാണ്. ആദ്യം തന്നെ നോട്ട് നിരോധനം. ഇന്ത്യയിൽ 3 തവണയാണ് നോട്ട് നിരോധിച്ചിട്ടുള്ളത്. 1946, 1978, 2016. ആദ്യമായിട്ട് കറൻസി നോട്ടുകൾ പിൻവലിച്ചത് 1946 ജനുവരി 12-നാണ്. 500 രൂപ, 1000 രൂപ, 10,000 രൂപ നോട്ടുകളാണ് അന്ന് പിൻവലിച്ചത്. 1946 നോട്ട് നിരോധന സമയത്തെ RBI ഗവർണർ CD ദേശ്മുഖ് ആയിരുന്നു. 1954 500-ന്റെയും 1000-ന്റെയും 10,000-ന്റെയും നോട്ടുകൾ പുനരാരംഭിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നോട്ട് നിരോധനം 1978 ജനുവരി 16-നായിരുന്നു. അന്ന് 1000, 5000, 10,000 രൂപ നോട്ടുകളാണ് പിൻവലിച്ചത്. ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. 2005 മുൻപുള്ള കറൻസി നോട്ടുകൾ പിൻവലിച്ചത് 2014-ലാണ്, രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത്. 2016 വിനിമയത്തിൽ നിന്ന് പിൻവലിച്ച ഇന്ത്യൻ കറൻസി നോട്ടുകളാണ് 500 രൂപ, 1000 രൂപ നോട്ടുകൾ. 2016 ഈ നിരോധന സമയത്തെ RBI ഗവർണർ ഊർജിത് പട്ടേൽ ആയിരുന്നു. 500 രൂപ, 1000 രൂപ എന്നീ നോട്ടുകൾ നിരോധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2016 നവംബർ 8-ന്. നവംബർ 9-ന് ഇത് പ്രാബല്യത്തിൽ വന്നു. 2016 നോട്ട് നിരോധനത്തെയും പുതിയ കറൻസി നോട്ടുകൾ പ്രാബല്യത്തിൽ വന്നപ്പോഴുള്ള ധനകാര്യ മന്ത്രി ആരായിരുന്നു? അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു. കേന്ദ്ര സർക്കാർ നോട്ട് പിൻവലിച്ചതിന് അനുകൂലമായി നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. 2023 മെയ് 19-ന് ക്ലീൻ നോട്ട് പോളിസിയുടെ ഭാഗമായി 2000 രൂപ നോട്ടുകൾ പിൻവലിച്ചു. ഇനി കറൻസികൾ, അതിൻ്റെ നിറം, ചിത്രം. 2000 രൂപ കറൻസിയിൽ എന്തായിരുന്നു? മജന്ത കളറായിരുന്നു, മംഗൾയാൻ്റെ ചിത്രമായിരുന്നു. 500 രൂപയിൽ സ്റ്റോൺ ഗ്രേ കളർ, ചെങ്കോട്ടയുടെ ചിത്രമായിരുന്നു. 200 രൂപയിൽ ബ്രൈറ്റ് യെല്ലോ, സാഞ്ചി സ്തൂപം. 100 രൂപയിൽ ലാവൻഡർ, റാണി കി വാവ്, ഗുജറാത്തിലെ. 50 രൂപയിൽ ഫ്ലൂറസൻ ബ്ലൂ, ഹംപിയിലെ രഥം. 20 രൂപയിൽ ഗ്രീനിഷ് യെല്ലോ, എല്ലോറ ഗുഹകൾ. 10 രൂപയിൽ ചോക്ലേറ്റ് ബ്രൗൺ, കൊണാർക്കിലെ സൂര്യക്ഷേത്രം. 1 രൂപ നോട്ടിലോ പിങ്ക് ഗ്രീൻ, സാഗർ സാമ്രാട്ട്. ലോകത്തിൽ ആദ്യമായി പേപ്പർ കറൻസി പുറപ്പെടുവിച്ച രാജ്യം ചൈനയാണ്. ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ കറൻസി കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. 1 രൂപ നോട്ട് ഒഴികെയുള്ള ബാക്കി എല്ലാ കറൻസികളും അച്ചടിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 1 രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആദ്യകാല ബാങ്കാണ് ജനറൽ ബാങ്ക് ഇൻ ബംഗാൾ ആൻഡ് ബീഹാർ, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, ബംഗാൾ ബാങ്ക്. കറൻസി നോട്ടുകൾ പുറപ്പെടുവിക്കുവാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെന്റിൽ നിക്ഷിപ്തമായ ആക്ട് പേപ്പർ കറൻസി ആക്ട് 1861 ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ RBI 1000 രൂപ നോട്ട് പുറത്തിറക്കിയ വർഷം 1954 ആണ്. സ്വാതന്ത്ര്യത്തിന് മുൻപോ 1938 ആണ്. ഇന്ത്യൻ കറൻസി ദശാംശ സമ്പ്രദായത്തിലേക്ക് മാറിയ വർഷം 1957 ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ RBI 1000 രൂപ നോട്ട് പുറപ്പെടുവിച്ച വർഷം നമ്മൾ പറഞ്ഞു 1954 ആണ്. ദശാംശ സമ്പ്രദായത്തിലേക്ക് മാറിയത് 1957. ഇനി RBI മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറപ്പെടുവിച്ചത് 1996-ലാണ്. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഹിന്ദി, ഇംഗ്ലീഷ് ഉൾപ്പെടെ 17 ഭാഷകളിലാണ്. ഇന്ത്യൻ കറൻസി നോട്ടിന്റെ പാനലിൽ അച്ചടിച്ചിരിക്കുന്ന ആദ്യ ഭാഷ ആസാമീസ് ആണ്. 15ാമത്തെ ഭാഷ ഉറുദു ആണ്. 7ാമത്തെ ഭാഷയാണ് മലയാളം. ഇന്ത്യൻ നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വിദേശ ഭാഷ നേപ്പാളിയാണ്. ഭൂട്ടാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലെ അംഗീകൃത കറൻസിയാണ് ഇന്ത്യൻ റുപ്പി. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം 1 രൂപ നോട്ട് നിർത്തലാക്കിയ വർഷം 1994 ആണ്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം 1 രൂപ നോട്ട് വീണ്ടും വിനിമയത്തിൽ ഇറക്കാൻ തീരുമാനിച്ചത് 2015-ലാണ്. 2017 നവംബർ 30-ന് 100 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ കറൻസി നോട്ടാണ് 1 രൂപ. ജോർജ് അഞ്ചാമന്റെ ചിത്രം ആലേഖനം ചെയ്ത 1 രൂപ നോട്ട് 1917 നവംബർ 30-നാണ് പുറത്തിറക്കിയത്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം, അതായത് ഇപ്പോഴത്തെ ചിഹ്നം, അതെന്നാണ് നമ്മൾ സ്വീകരിച്ചത്? 2010 ജൂലൈ 15-നാണ്. ദേവനാഗിരി ലിപിയും റോമൻ ലിപിയും കൂടി ചേർന്ന ഒരു സംയുക്ത രൂപമാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ ചിഹ്നം.
ഇത് ഡി ഉദയകുമാർ തമിഴ്നാട് സ്വദേശിയാണ് രൂപകൽപ്പന ചെയ്തത്. ചിഹ്നമുള്ള 5ാമത്തെ കറൻസിയാണ് ഇന്ത്യയുടേത്. അപ്പോൾ മറ്റുള്ളവ ഏതൊക്കെയാണ്? യൂറോ, യെൻ, ഡോളർ, പൗണ്ട്. രൂപയും ചിത്രങ്ങളും. 5 രൂപയിൽ കർഷകൻ ട്രാക്ടർ, 10 രൂപയിൽ ആന, കടുവ, കണ്ടാമൃഗം, 20 രൂപയിൽ മൗണ്ട് ഹാരിയറ്റ്, 50 രൂപയിൽ ഇന്ത്യൻ പാർലമെന്റ്, 100 രൂപ ഹിമാലയ പർവ്വതം, 500 രൂപ ദണ്ഡിയാത്ര, 1000 രൂപ ശാസ്ത്ര സാങ്കേതിക പുരോഗതി. ബാങ്കുകൾ ആസ്ഥാനങ്ങൾ രൂപീകരിച്ച വർഷം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ 1911. ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ 1906. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ 1919. എക്സിം ബാങ്ക് മുംബൈ 1982. IDFC ഫസ്റ്റ് മുംബൈ 2018. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ 1955. HDFC ബാങ്ക് മുംബൈ 1994. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ചെന്നൈ 1937. ഇന്ത്യൻ ബാങ്ക് ചെന്നൈ 1907. പഞ്ചാബ് നാഷണൽ ബാങ്ക് ന്യൂഡൽഹി 1894. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ന്യൂഡൽഹി 1908. IFCI ബാങ്ക് ന്യൂഡൽഹി 1948. ബാങ്ക് ഓഫ് ബറോഡ വഡോദര 1908. ICICI വഡോദര 1994. കനറ ബാങ്ക് ബംഗളൂരു 1906. യൂക്കോ ബാങ്ക് കൊൽക്കത്ത 1943. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പൂനെ 1935. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ന്യൂഡൽഹി 2018. സിഡ്ബി ലക്നൗ 1990. ഫെഡറൽ ബാങ്ക് ആലുവ 1931. കാത്തലിക് സിറിയൻ ബാങ്ക് തൃശൂർ 1920. 2018 100 രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന ഇന്ത്യൻ കറൻസി നോട്ടുകൾ നിരോധിച്ച രാജ്യം നേപ്പാളാണ്. അപ്പം